ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലോട്ടാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻ. ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഇത്രയും കൂടി ടഫ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ ഈ ഒരു സ്റ്റോഷിയോമെട്രി അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസ് ബേസ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സ്റ്റോഷിയോമെട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് റിയാക്ടന്റുകളുടെയും പ്രോഡക്റ്റുകളുടെയും മാസ്, നമ്പർ ഓഫ് മോൾസ്, വോളിയം ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബേസ്ഡ് ഓൺ സർട്ടൈൻ റിലേഷൻസ്. കുറച്ച് നമുക്ക് ഈ ഒരു ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ നിന്നും കുറച്ചധികം റിലേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിനൊക്കെ എത്രയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്, എത്രയാണ് അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി എന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ഒറ്റ ഇക്വേഷൻ വെച്ച് തന്നെ നോക്കാം. ഇതേടാ ഞാനൊരു ഇക്വേഷൻ എടുക്കാമെന്ന് വെച്ചോ, CH4 + 2O2 CO2 + 2H2. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റോഷിയോമെട്രിക് റിലേഷനുകൾ എഴുതണം. നോക്കാം. എടാ ഇതിനെ നമുക്ക് എഴുതുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എഴുതിയേക്കുന്നത്. CH4 + 2O2 CO2 + 2H2. അപ്പോൾ ഇതിൽ നിന്നും റിലേഷനുകൾ ആദ്യം എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയടാ ഇവിടെ എത്രയുണ്ട്, ഒരു CH4 ആണുള്ളത്. അപ്പോൾ 1 CH4 എന്ന് പറയുന്നതിന് പകരം ഞാൻ അതിനെ 1 മോൾ ആക്കി പറയാൻ പോവാം. കാരണം നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. 1 മോൾ CH4, ഇവിടെ എത്ര മോൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ? 2 ഓക്സിജൻ ആണുള്ളത്, O2 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര മോൾ ആയിരിക്കും? 2 മോൾ ആയിരിക്കും വരുന്നത്. 2 മോൾ വന്നു. ഇനി CO2 എത്ര മോൾ ആയിരിക്കും വരാ? 1 മോൾ ആയിരിക്കും, റൈറ്റ്? ഇനി അതേപോലെ തന്നെ H2O ആണെങ്കിലോ 2H2 ആണ്. ദാറ്റ് മീൻസ് 2 മോൾ ആണ് വരുന്നത്. അപ്പൊ നോക്കിയടാ 1 മോൾ CH4 2 മോൾ O2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എത്ര മോൾ CO2 തരുന്നുണ്ട്? 1 മോൾ CO2 2 മോൾ H2Oയും തരും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ റിലേഷൻ എഴുതുന്നത്. മോൾ വെച്ച് എഴുതുമ്പോൾ CH4ന് നമ്മൾ 1 മോൾ ആയിട്ട് എഴുതി, കാരണം അവിടെ നമ്പർ ഒന്നുമില്ല. വിച്ച് മീൻസ് 1 മോൾ, 2 മോൾ ഗീവ്സ് 1 മോൾ CO2 and 2 മോൾ H2O. അപ്പോൾ 1 മോൾ CH4 reacts with 2 മോൾ of O2 to form 1 മോൾ CO2 and 2 മോൾ H2O എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എഴുതാം. ഇനി വരെ മാസ് വെച്ച് എഴുതണം. മാസ് എന്ന് പറഞ്ഞാൽ 1 മോളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് മോൾ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോഷിയോമെട്രി. ഇനി നമ്മൾ മാസ് ബേസ് ചെയ്ത് വെച്ചിട്ടുള്ള റിലേഷൻ എഴുതാൻ പോവാം. അപ്പൊ ഞാൻ പറയുമ്പോൾ മോൾ വെച്ചുള്ള റിലേഷൻ, മാസ് വെച്ചുള്ള റിലേഷൻ, വോളിയം വെച്ചുള്ള റിലേഷൻ എന്നായിരിക്കും പറയാം. അപ്പൊ നോക്കാം 1 മോളുടെ മാസ് എത്രയാണെന്നുള്ളത്. അതിന്റെ മോളിക്കുലാർ മാസിനോട് ഈക്വൽ ആയിരിക്കും മോളാർ മാസ് ആയിരിക്കും. അപ്പൊ CH4ന്റെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 16 ആയിരിക്കും കിട്ടുക. കാരണം CH4 എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം, 12 ആണ്. 12 + 4 × 1 ദാറ്റ് ഈസ് 12 + 4 16 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 16 കിട്ടും. ഇതേപോലെ ഓരോന്നിന്റെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചെയ്താൽ മതി, ഓരോന്നിന്റെയും മാസ് കിട്ടും. സോ 16 ഗ്രാം ആയിരിക്കും CH4ന്റെ വരാം. ഓക്സിജന്റെ 2O2 ആണ്, 2 മോൾ ഉണ്ട്. 1 മോൾ O2 എന്ന് പറഞ്ഞാൽ O2 ഒരാളുടെ മാസ് 16 ആണ്. അപ്പോൾ O2 എന്ന് പറയുമ്പോൾ 2 × 16 എന്ന് പറയുമ്പോൾ തന്നെ എത്രയായി? 32 ആയി. ഇവിടെ 2 മോൾ O2 ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രയായി? 2 × 16 ദാറ്റ് ഈസ് 64 ഗ്രാം ആയിരിക്കും വരുന്നത് O2ന്റെ. ഇനി CO2 ഇതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 മോൾ ആണ് വരാ, 1 മോൾ ആണ് വരുന്നത്. എടാ ഒരു ചെറിയ കാര്യമുണ്ട്, 2O2 എന്ന് പറയുമ്പോഴത്തേക്കും 64 ഗ്രാം ആണ് വരാം. ഇവിടെ 64 ഗ്രാം ആണ്, അതിലൊരു ചെറിയ ഇതാണ്, 64 ഗ്രാം ആണ് വരുന്നത്. ഇനി ദെൻ CO2 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? 44 ഗ്രാം CO2 ആയിരിക്കും. പിന്നെ H2O എന്ന് പറഞ്ഞാൽ ഒരു H2Oയുടെ മാസ് എന്ന് പറയുന്നത് 1 മോളുടെ മാസ് 18 ആണ്. 2 മോൾ എടുത്തു കഴിഞ്ഞാൽ 36 ഗ്രാം ആയിരിക്കും വരുന്നത്. ഓക്കെ, 36 ഗ്രാം ആയിരിക്കും വരുന്നത്. സോ മാസ് ഗ്രാം ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെ എഴുതാം? 16 ഗ്രാം CH4 64 ഗ്രാം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് CO2 എത്ര ഗ്രാം ഉണ്ടാവുന്നുണ്ട്? 44 ഗ്രാമും 36 ഗ്രാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, 16 ഗ്രാം CH4 റിയാക്ട് ചെയ്യാനായിട്ട് എത്ര ഗ്രാം ഓക്സിജൻ വേണം? നമ്മൾ ഇവിടെ റിലേഷനിൽ തന്നെ എഴുതി അല്ലേ, 16 ഗ്രാം റിയാക്ട് ചെയ്യുന്ന എത്ര ഗ്രാം ആയിട്ടാ? 64 ഗ്രാം ഓക്സിജനുമായിട്ടാണ്. അത് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ അടുത്ത കാര്യം കൂടി നോക്കാം. 16 ഗ്രാം CH4 എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ഗ്രാം CO2 ആയിരിക്കും നമുക്ക് തരാം എന്ന് ചോദിച്ചാലും നോക്കിയടാ, 64 ഗ്രാം ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 16 ഗ്രാം എത്ര ഗ്രാം തന്നു? നമുക്ക് 44 ഗ്രാം CO2 ആയിരിക്കും കിട്ടാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും എത്ര ഗ്രാം വാട്ടർ ആയിരിക്കും തരാം? 36 ഗ്രാം വാട്ടർ ആയിരിക്കും തരുന്നത്, 16 ഗ്രാം CH4. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് അറിയണം. സോ 16 ഗ്രാം CH4 64 ഗ്രാം O2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 44 ഗ്രാം CO2 36 ഗ്രാം ഓഫ്
എന്തും കിട്ടുന്നുണ്ട്, അവിടെ H2O കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് മോൾ ബേസ് ചെയ്തു പറഞ്ഞു, ഗ്രാം ബേസ് ചെയ്ത് പറഞ്ഞു, ഇനി വോളിയം ബേസ് ചെയ്ത് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. അപ്പോൾ ക്വസ്റ്റിൽ വരുന്ന വോളിയം ബേസ് ചെയ്തായിരിക്കും. വോളിയം ബേസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ദേടാ വോളിയത്തിൻ്റെ കേസിൽ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. 1 മോൾ അല്ലേ, 1 മോൾ STPയിൽ എത്രയായിരിക്കും വോളിയം? 22.4 ആണ്. അപ്പോൾ 22.4 ലിറ്റർ ആയിരിക്കും അറ്റ് STP ആയിരിക്കും എന്ത് വരാം നമ്മുടെ 1 മോളുണ്ട്. അപ്പോൾ ഇവിടെ 22.4, ഇവിടെ 2 മോളുണ്ട് അല്ലേ ഓക്സിജൻ. അപ്പോൾ എത്രയായിരിക്കും വരാം അറ്റ് STP? 44.8, അതായത് 2 × 22.4. ഇവിടെ 1 മോളാണ്, ദാറ്റ് ഈസ് 22.4 ലിറ്റർ ആണ് വരാം. ഇവിടെ ആണെങ്കിൽ 44.8 ആയിരിക്കും വരാം, കാരണം 2 മോളുള്ളതുകൊണ്ട്. ഇപ്പോൾ 2 × 22.4, അതായത് 22.4 ലിറ്റർ CH4 44.8 ലിറ്റർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം എത്രയാണ്? 22.4 ലിറ്റർ CO2 ആൻഡ് 44.8 ലിറ്റർ H2O എന്നുള്ള ഫോമിലായിരിക്കും വരാം. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, 22.4 ലിറ്റർ CH4 എത്ര ലിറ്റർ ഓക്സിജൻ CO2 ആയിരിക്കും തരാം? എത്ര ലിറ്റർ ആയിരിക്കും? ഓക്കെ, എത്ര ലിറ്റർ ആയിരിക്കും തരാം? 22.4 ലിറ്റർ CO2 ആയിരിക്കും തരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ ഒരു റിലേഷൻസ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഈ റിലേഷൻസ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്വസ്റ്റ്യനുകൾ ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ഈ ഒരു റിലേഷൻസ് എഴുതുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. ഇങ്ങനെയാണ് നമ്മൾ റിലേഷൻസ് എഴുതുന്നത്, മോൾ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാമിലും. ക്വസ്റ്റ്യനിൽ എന്താണോ തന്നേക്കുന്നത് അതിനെ ബേസ് ചെയ്ത് വേണം റിലേഷൻസ് എഴുതാൻ. ക്വസ്റ്റ്യനിൽ ഗ്രാമിലാണോ തന്നേക്കുന്നത്, കണ്ടുപിടിക്കേണ്ട ഗ്രാമിലാണെങ്കിൽ അതിനെ ബേസ് തന്നെ ചെയ്യാനായിട്ട് നോക്കാം. ഇനി മോൾ ബേസ്ഡ് ആണെങ്കിൽ മോൾ വെച്ച് തന്നെ റിലേഷൻ എഴുതിയിട്ട് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി കമ്പഷൻ ഓഫ് CH4 ഈസ്, ഈ പറഞ്ഞ ഇക്വേഷൻ CH4 + 2O2 gives CO2 + 2H2O. Calculate the amount of water formed by the combustion of 32 gram of CH4. 32 ഗ്രാം CH4ന്റെ കമ്പഷനിൽ നിന്നും ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് വാട്ടറിന്റെ ക്വാണ്ടിറ്റി എത്രയായിരിക്കും എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. തന്നേക്കുന്നത് എന്താ? 32 ഗ്രാം CH4. അപ്പോൾ തന്നേക്കുന്ന 32 ആണ്. എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നോക്കുക ഗ്രാമിൽ കണ്ടുപിടിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. ഇനി വോളിയം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് H2O എന്ന് പറഞ്ഞിട്ട് വാട്ടർ എന്ന് പറഞ്ഞ് തന്നെ തന്നേനെ. അപ്പോൾ വോളിയം വെച്ചുള്ള എഴുതണം. ഇവിടെ നമുക്ക് എന്താ ഗ്രാം ബേസ് ചെയ്തോളം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. സ്റ്റോയിച്ചിയോമെട്രിയുടെ പ്രോബ്ലം എഴുതുമ്പോൾ എപ്പോഴും അത് ആദ്യം എഴുതി വെച്ചിട്ട് വേണം, റിലേഷൻസ് എഴുതി കഴിഞ്ഞിട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ CH4 + 2O2 gives CO2 + 2H2 എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, ഇനി അതിൽ നമുക്ക് എന്താ 32 ഗ്രാമിനുള്ള കാര്യമല്ലേ നോക്കണ്ട, അതിന് മുമ്പായിട്ട് അതിൻ്റെ റിലേഷൻസ് എഴുതണം. സ്റ്റോയിച്ചിയോമെട്രിക് റിലേഷൻ വേറെ ഒന്നും നോക്കരുത്. മോൾ ബേസിലുള്ള ആദ്യം എഴുതുക, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി. 1 മോള് 2 മോളാണ്, 1 മോളാണ്, 2 മോളാണ്, ഇതെല്ലാവർക്കും അറിയാം. ഇനി ക്വസ്റ്റ്യനിൽ 32 ഗ്രാം എന്നല്ല, അപ്പോൾ ഗ്രാം ബേസ് ചെയ്തിട്ടുള്ള എഴുതാം. 16 ഗ്രാം ആണ്, ഇവിടെ വരുമ്പോൾ 64 ഗ്രാം ആണ് വരാം. ദെൻ ഇവിടെ വരുമ്പോൾ എത്രയായിരിക്കും? 44 ഗ്രാമും 36 ഗ്രാമും ആയിരിക്കും വരുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നോക്കിയടാ 36 ഗ്രാമും 44 ഗ്രാമാണ് വരുന്നത് 64 ഗ്രാമിന്റെ ബേസിൽ. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എത്രയാ? 32 ഗ്രാം CH4ന് എത്ര ഗ്രാം വാട്ടറാണ് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് തന്നേക്കുന്ന ആള് നോക്കാം. തന്നേക്കുന്ന ആരാ? CH4. കണ്ടുപിടിക്കേണ്ട ആരാ? H2Oയുടെ മാസ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. അവർ തമ്മിലുള്ള റിലേഷൻ എഴുതണം. ഇപ്പോൾ നേരാ നോക്കിയടാ, 16 ഗ്രാം CH4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്രാം H2O കിട്ടും? 36 ഗ്രാം H2O കിട്ടും എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. കണ്ടുപിടിക്കേണ്ട H2O ആണ്, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് CH4 ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ ഞാൻ എഴുതി. ഇവിടെ 36 ഗ്രാം ആയിരിക്കും വരുന്നത്. 16 ഗ്രാം CH4, 36 ഗ്രാം H2O ആയിരിക്കും തരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട 16 ഗ്രാമിനുള്ളതാണോ? അല്ല, 32 ഗ്രാമിനുള്ള ആളെയാണ് കണ്ടുപിടിക്കുക. അപ്പം ഞാൻ 1 ഗ്രാം CH4 കണ്ടുപിടിക്കാൻ പോവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 36നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 16ന് ഇപ്പുറത്തോട്ട് എടുക്കുക, അപ്പോൾ ബൈ ആയിട്ട് വരും. അത്രയും ഗ്രാം H2O ആയിരിക്കും നമുക്ക് എന്തിനു കിട്ടാം? 1 ഗ്രാം CH4 കിട്ടാം. 1 ഗ്രാമിനാണെങ്കിൽ 32 ഗ്രാം CH4 എത്രയായിരിക്കും വരാം? 36/16 ഇൻറ്റു 32 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, 32 എന്നുള്ള ഫോമിലായിരിക്കും വരാം. അങ്ങനെയാണെങ്കിൽ
നോക്കുക 36/16 എന്നുള്ള ഫോമിൽ വരുമ്പോൾ ബൈ 32 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാൻ അറിയാത്ത ആൾക്കാർ അങ്ങനെ ചെയ്യണമെന്നില്ല. 16 32 നമുക്ക് ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും ഇവിടെ. ഓക്കെ, അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗ്രാം H2O ആണ് ഉണ്ടാവുക, 32 ഗ്രാം CH4 എന്നുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് വിൽ ബി 72 ഗ്രാം H2O ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ദി കമ്പഷൻ ഓഫ് 32 ഗ്രാം ഓഫ് CH4 എന്ന് പറയുന്നത് 72 ഗ്രാം ആണ്. ഒന്നും കൂടി ഞാൻ പറയാം, റിപ്പീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ CH4നെ ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിൽ കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ള കണ്ടുപിടിക്കണം ഫോർ ദി കമ്പഷൻ ഓഫ് 32 ഗ്രാം ഓഫ് CH4. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യം നോക്കാം, റിലേഷൻ ഇക്വേഷൻ ആദ്യം തന്നെ എഴുതാം. ബാലൻസ്ഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. മിക്കവാറും ബാലൻസ്ഡ് ആയി ഇക്വേഷൻ തരുമ്പോൾ ഇനി അതിന് റിലേഷൻസ് എഴുതാം. ആദ്യം മോള് വെച്ച് എഴുതിയിട്ട് വേണം ഗ്രാമിൽ എഴുതാൻ, കാരണം ക്വസ്റ്റ്യനിൽ ഗ്രാമിലാണ് വന്നേക്കുന്നത്. മോളിലായിരുന്നു തന്നിരുന്നെങ്കിൽ മോളിൽ തന്നെ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഗ്രാമിലും കൂടി ചെയ്യാം. ഇപ്പോൾ 1 മോള് 2 മോള് 1 മോള് 2 മോള്. ഇനി അതിൻ്റെ ഗ്രാമിൽ എഴുതി 16 ഗ്രാം 64 ഗ്രാം CH4, 44 ഗ്രാം 36 ഗ്രാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ട ആള് H2O ആണ്, തന്നേക്കുന്നത് CH4 ആണ്. അപ്പോൾ CH4 H2O കൂടിയുള്ള റിലേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ 16 ഗ്രാം CH4 36 ഗ്രാം H2O തരും. 1 ഗ്രാം CH4 എത്രയായിരിക്കും, 36/16 ഗ്രാം H2O ആയിരിക്കും തരാം. അപ്പോൾ 1 ഗ്രാമിന്റെ കഥ കണ്ടുപിടിക്കാൻ 16നെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. 36/16 എന്ന് എഴുതാം നമുക്ക്. ഇനി നമുക്ക് 32 ഗ്രാമിനുള്ളത് നോക്കാം. 32 ഗ്രാം CH4 എത്രയായിരിക്കും, 36/16 ഇൻറ്റു 32 എന്നായിരിക്കും ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്, ഒന്നിലേക്ക് ക്യാൻസൽ ചെയ്യുക, 16 32 കൂടി 2 കിട്ടും ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, 72 ഗ്രാം ആയിരിക്കും കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അത്രയും ഗ്രാം H2O ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടി ഇതാണ് നമ്മുടെ സ്റ്റോഷിയോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഒരാളുടെ മാസ് തന്നിട്ട് പ്രോഡക്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്, നമ്മുടെ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതാണ് സ്റ്റോഷിയോമെട്രി ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലം. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ഒരു കോൺസെപ്റ്റും കൂടി നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞ സാധനം. സാറേ അടുത്ത സ്ലൈഡ് എടുക്കാം നമുക്ക്. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളടാ, നമ്മളെ ചില കേസുകളിൽ ഈ പറഞ്ഞ സ്റ്റോഷിയോമെട്രിക് റിലേഷൻ അക്കോർഡിംഗ് ആയിരിക്കില്ല എന്ന് വരാം. നമ്മുടെ കോമ്പൗണ്ടുകളുടെ അല്ലെങ്കിൽ റിയാക്ടന്റുകളുടെ ഒക്കെ മാസ് വരാം. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇതേ സെയിം കണ്ടീഷനിൽ CH4ന്റെ കേസിൽ എടുത്തപ്പോൾ 16 ഗ്രാം CH4 64 ഗ്രാം ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയാൻ പോവാണ്, അവിടെ 64 ഗ്രാം ഓക്സിജൻ ഞാൻ കൊടുത്തില്ല, പകരം ഒരു 60 ഗ്രാം ഓക്സിജനെ കൊടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അവിടെ സംഭവിക്കുമോ? റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുമോ? ഇല്ല, റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കില്ല. കാരണം അവിടെ റിയാക്ട് ചെയ്യാൻ വേണ്ട ഓക്സിജൻ അവിടെ ഇല്ല, ഉള്ളതിനും കുറവാണ്. ഞാൻ 64 പകരം 60 അല്ല, ഒരു 30 ഗ്രാമേ കൊടുത്തോളൂ. അപ്പോഴും എന്താ, കുറവാണ് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കില്ല. 16 ഗ്രാം റിയാക്ട് ചെയ്യോ? ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഓക്സിജൻ അവിടെ ആ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് അത് പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയെ അത് എന്ത് ചെയ്യുന്നുണ്ടാവും, അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എമൗണ്ട് കുറഞ്ഞതുകൊണ്ട് ഉണ്ടാവുന്ന പ്രോഡക്റ്റിൻ്റെ അളവ് എന്ത് തന്നെയായിരിക്കും, കുറവ് തന്നെയായിരിക്കും, പകുതിയോളം കുറവായിരിക്കും. അങ്ങനെ കുറയുകയാണെങ്കിൽ, അങ്ങനെ കംപ്ലീറ്റ്ലി അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു ലിമിറ്റ് റിയേജന്റ് വെച്ചിട്ട് ഒരു റിയാക്റ്റന്റ് നമ്മുടെ ടോട്ടൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് ലിമിറ്റ് ചെയ്യുകയാണ്, കൺട്രോൾ ചെയ്യുകയാണ്. അങ്ങനെയുള്ള റിയേജന്റിനെ, അങ്ങനെയുള്ള റിയാക്റ്റന്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കാം. ഒറ്റ കാര്യം കൂടി അതിന്റെ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാം. റിയാക്ഷനിൽ ഇപ്പം ഞാൻ പറഞ്ഞു 16 ഗ്രാം CH4 32 ഗ്രാം ആണ് തന്നിരുന്നത്, 64 ഗ്രാമായിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത് ആക്ച്വലി, പക്ഷെ ഞാൻ കൊടുത്തത് 30 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള 16 ഗ്രാമിലുള്ള എല്ലാ CH4നും റിയാക്ട് ചെയ്യാൻ വേണ്ട ഓക്സിജൻ ഇല്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫുള്ളി റിയാക്ട് ചെയ്ത് പോകുന്നുണ്ടാവും, കാരണം അതിൽ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ആ സാധനം വെച്ചിട്ടുള്ളത് ഫുള്ളി പോകും. ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ഓക്കെ, നല്ല വിശപ്പുള്ള സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ചോറേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ചോറ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് കഴിച്ച് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കുറച്ചേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്താവും, നമ്മുടെ വിശപ്പ് മാറുമോ? ഇല്ല, മാറില്ല അല്ലേ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചോറ് മൊത്തം നമ്മൾ എന്തായാലും കഴിക്കും, ഫുള്ളി കൺസ്യൂം ചെയ്യും. പക്ഷെ എന്താ, വിശപ്പ് മാറിയിട്ടുണ്ടാവില്ല.
കാരണം ആ ക്വാണ്ടിറ്റി ഓഫ് ഫുഡിൽ നമുക്ക് ഡിപ്പെൻഡഡ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ് എന്ന് പറയുന്ന സാധനം അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെയും ഒരു റിയാക്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ ഫുള്ളില്ല, നമുക്ക് വേണ്ട അത്രയും തന്നെ ക്വാണ്ടിറ്റി ഇല്ല അക്കോർഡിംഗ് ടു സ്റ്റോഷിയോമെട്രി. അങ്ങനെ വരുമ്പോൾ അത് ലിമിറ്റ് ചെയ്യും എമൗണ്ട് ഓഫ് പ്രോഡക്റ്റിനെ. ഓക്കെ, നമ്മുടെ വിശപ്പിനെ അത് എന്ത് ചെയ്യുന്നുണ്ടാവും, കൂട്ടുന്നുണ്ടാവും. അപ്പം അത് ഒരു ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കും. പ്ലസ് എന്താ, ഫുള്ളി അത് റിയാക്ഷനിൽ കൺസ്യൂം ചെയ്തു പോകും. റിയാക്ടൻ വിച്ച് ഈസ് കൺസ്യൂംഡ് ഇൻ ദ റിയാക്ഷൻ കംപ്ലീറ്റ്ലി ഫുള്ളി, കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടും കൺസ്യൂം ചെയ്ത് പോകുകയാണെങ്കിൽ ഫുള്ള് റിയാക്ട് ചെയ്ത് പോകുന്ന റിയേജന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലിമിറ്റഡ് റിയേജന്റ്. ഡെഫിനിഷൻ ആയിട്ട് ചോദിച്ചാൽ ഇത് എഴുതേണ്ടി വരും കേട്ടോ. റിയാക്ടൻ വിച്ച് ഈസ്, അപ്പോൾ ഫുള്ളായിട്ട് റിയാക്ട് ചെയ്ത് പോകുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും, ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കും. മറ്റേ ആൾ കുറച്ചും കൂടി കൂടുതൽ അവിടെ ഉണ്ടാവും, ഫുള്ള് റിയാക്ട് ചെയ്ത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ലിമിറ്റിംഗ് റിയേജന്റ് ചെയ്യാനുള്ള പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് നേരെ ഇങ്ങനെയാണ് പ്രോബ്ലം ചോദിക്കാന്ന് വെച്ചോ. സോ in a reaction 3 gram of hydrogen reacts with 30 gram of oxygen to form water under suitable conditions. Find the number of moles of H2 and O2. ഇത് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത് ഞാനിപ്പോൾ ചെയ്യല്ല. നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ കാര്യത്തിലോട്ട് ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ് ആൻഡ് കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിയാക്ഷൻ. ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ് ആൻഡ് എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടിയുള്ള റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ഇക്വേഷൻ എഴുതാം. ചിലപ്പോൾ ഇക്വേഷൻ ഒന്നുണ്ടാവും, ചിലപ്പോൾ ഇക്വേഷൻ ഒന്നും ഉണ്ടാവില്ല. ഹൈഡ്രജനും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് H2O വെള്ളമായിട്ട് മാറുന്ന റിയാക്ഷൻ. അപ്പോൾ 2H2 ഇടാ 2H2O. ഓക്കെ, 2H2 + O2 ഈസ് 2H2O എന്നാണ് റിയാക്ഷൻ വരാം. എങ്ങനെയായിരിക്കും ഇതിലെ സ്റ്റോഷിയോമെട്രി? ഫസ്റ്റ് തിങ് അതാണ് ചെയ്യേണ്ടത്, സ്റ്റോഷിയോമെട്രി ചെയ്ത് എന്നിട്ട് മാത്രം ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളോട്ട് പോയാൽ മതി. എങ്ങനെയായിരിക്കും ചെയ്യാം? ഇത്രയേ ഉള്ളൂ, 2 മോൾ 1 മോൾ 2 മോൾ അല്ലേ, സിമ്പിൾ. ഇനി അതിൽ നമുക്ക് മാസ് ബേസ് ചെയ്ത് തരാം, കാരണം ക്വസ്റ്റ്യനിൽ എല്ലാം ഗ്രാമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എത്രയായിരിക്കും? ഒരു H2ന്റെ മാസ് എന്ന് പറയുമ്പോൾ, ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണ്, H2 എന്ന് പറയുമ്പോൾ 2 ഗ്രാം ആണ്, 2 മോൾ എന്ന് പറയുമ്പോൾ അപ്പോൾ 4 ഗ്രാം H2 ആയിരിക്കും വരുന്നത്. ഓക്കെ, 4 ഗ്രാം H2 ആയിരിക്കും വരുന്നത്. ഇനി 32 ഗ്രാം ആണ് നമ്മുടെ ഓക്സിജൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രാം H2 ആയിരിക്കും വരാം? 36 ഗ്രാം H2 ആയിരിക്കും വരുന്നത്. ഓക്കെ, 4 ഗ്രാം 32 ഗ്രാം 36 ഗ്രാം ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടി. ഇനി നോക്കാം, ഇതിൽ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല ലിമിറ്റിംഗ് റിയേജന്റ് ഉണ്ടോ എന്ന്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇത്രയും നോക്കിയാൽ അത് നിങ്ങൾ നമ്മുടെ റിയാക്ടന്റുകളുടെ 2 പേരെയും മാസം എന്നുണ്ടെങ്കിൽ മിക്കവാറും അവിടെ ഒരു ലിമിറ്റിംഗ് റിയേജന്റ് ഉണ്ടാവും. അപ്പോൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് റിലേഷൻ എഴുതേണ്ടത് നമ്മുടെ 2 റിയാക്ടന്റുകൾ തമ്മിലുള്ള റിലേഷൻ ആദ്യം തന്നെ നോക്കാം. അതായത് ദേടാ നോക്കി ക്വസ്റ്റ്യനിൽ H2ഉം O2ഉം തമ്മിലുള്ള റിലേഷൻ നോക്കാം. സോ H2 എത്ര ഗ്രാം ആണ് നിൽക്കുന്നത്? 4 ഗ്രാം H2 നമുക്ക് എത്ര ഗ്രാം O2 തരുന്നുണ്ട്? എത്ര ഗ്രാം O2 തരാ? റിയാക്ട് ചെയ്യണമെങ്കിൽ 32 ഗ്രാം O2 ആണ് റിയാക്ട് ചെയ്യാൻ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം H2ന് എത്ര ഗ്രാം ആയിരിക്കും വരാ? 32/4 ഗ്രാം O2 ആയിരിക്കും വരുന്നത്. സോ ക്വസ്റ്റ്യൻ എത്ര ഗ്രാം ആണ് നിൽക്കുന്നത്? 3 ഗ്രാം H2ന്റെ കേസാണ്. അപ്പം 3 ഗ്രാമിന് 32/4 × 3 ചെയ്യണം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 24 ഗ്രാം O2 ആയിരിക്കും വരുന്നത്. കേട്ടോ, 24 ഗ്രാം O2 ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് വേണ്ടത് എത്ര ഗ്രാമാ? 3 ഗ്രാം H2ന് വേണ്ടത് 24 ഗ്രാം ആണ് വേണ്ടത്. ക്വസ്റ്റ്യനിൽ നോക്കിയാടാ, എത്ര ഗ്രാം ഓക്സിജൻ ആണ് ഉള്ളത്? 30 ഗ്രാം ഓക്സിജൻ ആണ് ക്വസ്റ്റ്യനിൽ ഉള്ളത്. ഇപ്പോൾ ഒരു ടാങ്ക് സങ്കല്പിക്കുക, അതിൽ 3 ഗ്രാം H2ഉം 30 ഗ്രാം ഓക്സിജനും ആണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഞാനിവിടെ നോക്കി, നമുക്ക് സ്റ്റോഷിയോമെട്രി പ്രകാരം 3 ഗ്രാം ഹൈഡ്രജന് എത്ര ഗ്രാം ഓക്സിജൻ മതി റിയാക്ട് ചെയ്യാൻ? 24 ഗ്രാം മതി. പക്ഷെ അവിടെ എന്തുണ്ട്? കൂടുതലായിട്ടുണ്ട് അല്ലേ, 30 ഗ്രാം ഉണ്ട്. അപ്പോൾ ആരാ കൂടുതലായിട്ട് വന്നേക്കുന്നത്? ഓക്സിജൻ കൂടുതലാണ്. അപ്പം നമ്മൾ പറയും ഓക്സിജൻ വേണ്ടതിനേക്കാളും കൂടുതലാണ്, ഈസ് ഇൻ എക്സസ് എന്നായിരിക്കും പറയാം. കേട്ടോ, എക്സസ് കൂടുതലാണ്. O2 എക്സസിലാണെങ്കിൽ ആരായിരിക്കും നമുക്ക് എന്ത് പറയാം? ലിമിറ്റിംഗ് റിയേജന്റ് എന്നറിയോ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ലിമിറ്റിംഗ് റിയേജന്റ് ആയിരിക്കും. ആരായിരിക്കും? അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. കാരണം O2 കൂടുതലാണ്, അതുകൊണ്ട് ഹൈഡ്രജൻ എന്താ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ 30 ഗ്രാം ഇല്ല, ഒരു 20 ഗ്രാം ഓക്സിജനെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ
നമുക്ക് വേണ്ടത് 24 ഗ്രാം ആണ്, ഉള്ളത് 20 ഗ്രാം ആയിരുന്നു തന്നിരുന്നതെങ്കിൽ അവിടെ ആരായിരുന്നാലും ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ ആയനെ. കാരണം വേണ്ടത് 24 ഗ്രാം ആണ്, ഉള്ളത് 20 ഗ്രാം ആയിരുന്നെങ്കിൽ എന്തായാനെ അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആയനെ. സോ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. നമുക്ക് ഓക്സിജൻ എക്സസിലാണ് H2 എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നമുക്കപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്തു. ഇനി ലിമിറ്റിംഗ് റിയേജന്റ് വെച്ച് വേണം പ്രോഡക്റ്റിന്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പൊ നോക്കിയടാ, H2 വെച്ച് വേണം, ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ള H2 വെച്ച് വേണം എന്ത് കണ്ടുപിടിക്കാൻ, H2 മാസ് കണ്ടുപിടിക്കാൻ. അഗെയിൻ സ്റ്റോയിയോമെട്രി നോക്കാം. 4 ഗ്രാം H2ന് 36 ഗ്രാം H2 ആയിരിക്കും കിട്ടാം. സോ 1 ഗ്രാം H2ന് എത്ര ഗ്രാം ആയിരിക്കും വരാ, 36/4 ഗ്രാം H2O ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ഗ്രാം H2 ആണ് ക്വസ്റ്റ്യനിലുള്ളത്. 3 ഗ്രാം H2ന് 36/4 ഇൻറ്റു 3 ആയിരിക്കും, അത്രയും ഗ്രാം H2O ആയിരിക്കും. ദാറ്റ് ഈസ് 27 ഗ്രാം H2O ആയിരിക്കും ഫൈനൽ ആൻസർ വരാം, ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ കേട്ടോ. സോ 27 ഗ്രാം H2O ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്യാൻ 2 റിയാക്ടന്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യാം, എന്നിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഹൈഡ്രജനെ വെച്ചിട്ട് അതിന് എത്ര ഗ്രാം ഓക്സിജൻ ആണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എത്ര ഗ്രാമാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ 30 ഗ്രാമാണ് ഇവിടെ തന്നിരുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 24 ഗ്രാമാണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇവിടെ എന്താ 30 ഗ്രാം ഉണ്ട്, കൂടുതലുണ്ട്. അപ്പോൾ O2 എന്ന് പറയുന്നത് എക്സസിലാണ് എന്ന് പറയും, കൂടുതലാണ് എന്നുള്ളതിന് ഇംഗ്ലീഷാണ് എക്സസ് എന്ന് പറയും. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇനി ഉള്ളതിനേക്കാൾ കുറവായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താനെ, അതിനനുസരിച്ച് ചെയ്യേണ്ടി വന്നാനെ. അപ്പോൾ 20 ഗ്രാം ആയിരുന്നു ക്വസ്റ്റിനെ തന്നിരുന്നതെങ്കിൽ ഓക്സിജൻ വേണ്ടത് 24 ഗ്രാം, ഉള്ളത് 20 ഗ്രാം. അങ്ങനെയാണെങ്കിൽ എന്താ ലിമിറ്റിംഗ് റിയേജന്റ് ആയാനെ. ഓക്കെ, H2 എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. അപ്പോൾ 4 ഗ്രാം H2 ഗീവ്സ്. ഇനി ലിമിറ്റിംഗ് റിയേജന്റ് വെച്ച് വേണം പ്രോഡക്റ്റിന്റെ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ. പ്രോഡക്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ H2 മാസ് കണ്ടുപിടിക്കാം. അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. 2 സ്റ്റെപ്പായിട്ട് ചെയ്യണം. എന്താണ്, ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ 2 റിയാക്ടന്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യുക, എന്നിട്ട് കണ്ടുപിടിക്കുക. ഇനി അത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണോ അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ. ഈ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ പ്രോബ്ലം ചെയ്യേണ്ടത്. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ടിപ്പിക്കലി നമുക്ക് ചോദിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട്. അതും കൂടി നമുക്കൊന്ന് ചെയ്യാം. ഇവിടെയും നമുക്ക് ഇതേപോലെ തന്നെ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. 28 ഗ്രാം N2 അല്ലെങ്കിൽ നൈട്രജൻ ഈസ് മിക്സ്ഡ് വിത്ത് 12 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ടു ഫോം അമോണിയ. As per the reaction, N2 plus 3H2 gives 2NH3. Which is the limiting reagent in the reaction? Limiting reagent ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഒരു മൈനർ കറക്ഷൻ നമുക്കൊന്ന് വരുത്താം. 12 ഗ്രാം വേണ്ട, പകരം നമുക്ക് എഴുതാവുന്നത് 5 ഗ്രാം ഓഫ് ഹൈഡ്രജന്റെ ആണ് ചോദിച്ചതെന്ന് വെച്ചോ. 5 ഗ്രാം ഹൈഡ്രജന്റെ കേസാണ് പറയുന്നതെന്ന് വെച്ചോ. 12 ഗ്രാമിന് പകരം ഞാനിവിടെ തരുന്ന 5 ഗ്രാം ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും വരാ എന്നുള്ളത് നമുക്ക് നോക്കാം. ദേടാ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുമ്പോൾ എഗെയിൻ നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, സ്റ്റോയിയോമെട്രിക് റിലേഷൻസ് എഴുതുക എന്നുള്ളതാണ്. ഗ്രാമിലെല്ലാം നോക്കണം. അപ്പോൾ ഗ്രാം ബേസ് ചെയ്തിട്ട് എന്നുള്ളത് ചെയ്യാനായിട്ട് നോക്കാം. എങ്ങനെയായിരിക്കും, ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ, എഴുതി കഷ്ടപ്പെടേണ്ട. N2 plus 3H2 ആണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്നും സ്റ്റോയിയോമെട്രി എഴുതിയാലോ, സ്റ്റോയിയോമെട്രി എഴുതാം. എടാ N2 plus 3H2 gives 2NH3 എന്ന് പറഞ്ഞ ഫോമിലാണ് വരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റോയിയോമെട്രി എങ്ങനെയായിരിക്കും എഴുതാൻ എന്നുള്ളത് നോക്കാം. N2 plus 3H2 gives 2NH3 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ അതേടാ N2 plus 3H2 gives 2NH3. ഓക്കെ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ന് സ്റ്റോയിയോമെട്രി നമുക്ക് ആദ്യം തന്നെ എഴുതാം അല്ലേ. 1 മോള് 3 മോള് ആൻഡ് 2 മോള്. അപ്പോൾ ഇതിൽ മാസുകളും കൂടി നമുക്ക് എഴുതാം. N2 എന്ന് പറയുമ്പോൾ 28 ആണ്. ഒരാളുടെ മാസം എന്ന് പറയുന്നത് 14 ആണ്. സോ N2 എന്ന് പറയുമ്പോൾ 28 ഗ്രാം ആയിരിക്കും. പ്ലസ് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു H2ന്റെ മാസ് 2 ഗ്രാം. അപ്പോൾ 3 വരുമ്പോൾ 6 ഗ്രാം വരും. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ഗീവ് us വാട്ട്, 2NH3 എന്ന് പറയുമ്പോൾ 34 ഗ്രാം ആയിരിക്കും വരുന്നത്. സോ 28 ഗ്രാം 6 ഗ്രാം H2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 34 ഗ്രാം ആയി. ഇനി നമുക്ക് എന്താ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കണമല്ലോ. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 2 പേരുടെ മാസുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യുക. 2 പേരുടെ മാസുകൾ തമ്മിൽ എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അല്ലേ. ഇപ്പോൾ 2 പേരുടെ മാസുകൾ റിയാക്ടന്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യുക. N2 ഉം H2 നോക്കാം.
എത്ര ഗ്രാം N2 ആണ്? 28 ഗ്രാം N2ന് 6 ഗ്രാം H2 ആണ് വരുന്നത് അല്ലെ. ഞാനിവിടെ ക്വസ്റ്റ്യനിൽ ഒരു മൈനർ ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. 12 ഗ്രാമിന് പകരം 5 ഗ്രാം ആണ് ഞാൻ ഇവിടെ തന്നെയെന്ന് വെച്ചോ. 5 ഗ്രാം H2 ആണുള്ളത്. എന്നാലേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടാനാണ്. അപ്പോൾ 5 ഗ്രാം H2 ആണ് ക്വസ്റ്റ്യനിലുള്ളത്. 12ന് പകരം 5 ആക്കിയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരാം? 5 ഗ്രാം ആണ് വരുന്നത്. 28 ഗ്രാം N2ന് റിയാക്ട് ചെയ്യാൻ 6 ഗ്രാം വേണം. പക്ഷേ ക്വസ്റ്റ്യനിൽ 5 ഗ്രാമേ ഉള്ളൂ എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഏതാ ലിമിറ്റിംഗ് റിയേജന്റ്? വേണ്ടത് 6 ഗ്രാം ആണ്, ഉള്ളത് എത്രയാ? കുറവാ, 5 ഗ്രാമേ ഉള്ളൂ. അപ്പൊ അതെന്താ? ലിമിറ്റിംഗ് റിയേജന്റ് അല്ലേ? ഹൈഡ്രജൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. കാരണം ഉള്ളതില് കുറവാ, വേണ്ടതിനേക്കാൾ കുറവാണ്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് വന്നു ഹൈഡ്രജൻ. ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലായോ? ഉള്ളത് 6 ഗ്രാം ആണ്, വേണ്ടത് 6 ഗ്രാം ആണ്, പക്ഷെ ഉള്ളത് 5 ഗ്രാം ആണ്. അതുകൊണ്ട് H2 ആണ് ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് വരാം. H2 ലിമിറ്റിംഗ് റിയേജന്റ് ആണെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് വെച്ച് വേണം എന്ത് ചെയ്യാൻ? പ്രോഡക്റ്റിന്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ പറയാം? H2 വെച്ച് വേണം പ്രോഡക്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് NH3യുടെ എമൗണ്ട് കണ്ടുപിടിക്കാൻ. സോ 6 ഗ്രാം H2ന് 34 ഗ്രാം എന്ത് കിട്ടുന്നുണ്ട്? NH3 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം H2ന് എത്ര ഗ്രാം കിട്ടുന്നുണ്ടാവും? 34/6 ഗ്രാം NH3 ആയിരിക്കും വരുന്നത്. സോ 5 ഗ്രാം ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. 5 ഗ്രാം H2ന് എത്രയായിരിക്കും? 34/6 × 5 എന്നായിരിക്കും വരാം. സോ 34/5 × 6 എന്ന് പറയുമ്പോൾ 34/6 × 5 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ, എത്രയായിരിക്കും വരുന്നത് എന്നുള്ളത്. ഫൈനൽ ആൻസർ നിങ്ങൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 34/6 ചെയ്യുമ്പോൾ തന്നെ ക്യാൻസൽ ഔട്ട് ചെയ്യാനുള്ള ക്യാൻസൽ ഔട്ട് ചെയ്യാം. 17/3 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, ഇനി അതിനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 85 ആണ് വരിക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 6, 25 ആണ്, 8 വരും. ദാറ്റ് ഈസ് 24, 1, 0. ഓക്കെ, 3 വരും കേട്ടോ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 28.3 ഗ്രാം NH3 ആയിരിക്കും ഫൈനൽ ആൻസർ വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ക്യാൻസൽ ഔട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ്ലി ചെയ്തോ, യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇപ്പോഴും നോക്കാം, ലിമിറ്റിംഗ് റിയേജന്റ് ബേസ് ചെയ്ത് പ്രോബ്ലം തന്ന 2 റിയാക്ടന്റുകളുടെ മാസുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതുപയോഗിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ഐഡന്റിഫൈ ചെയ്യാനും എമൗണ്ടുകൾ. 2 പേരെ മാസ് തന്നിട്ട് നിങ്ങളോട് പ്രോഡക്റ്റ് എമൗണ്ട് ചോദിച്ചാൽ ലിമിറ്റിംഗ് റിയേജന്റ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുക. അത് ഉപയോഗിച്ച് ചെയ്യാം. 2 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് എക്സസ് വരുന്നതും ഒന്ന് ഇങ്ങനെ വരുന്നതും. അതുകൊണ്ടാണ് ഞാൻ 2ഉം ചെയ്യിപ്പിച്ചത്. അപ്പോൾ എന്തായാലും ഇത് 2ഉം നോക്കാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 2 കോൺസെപ്റ്റുകൾ നല്ല അടിപൊളിയായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലങ്ങൾ ഇതുപോലെ ചെയ്യാനായിട്ട് നോക്കുക, ക്ലിയർ ആയിട്ട് ചെയ്തേക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റോയിഷ്യോമെട്രിയും അതും കുറച്ച് ടഫായിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യനുകൾ തന്നെ ഒന്നും കൂടി വർക്കൗട്ട് ചെയ്യുക, എന്നാലാണ് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്ന ഐഡന്റിഫൈ എങ്ങനെയാണ്? ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നതിനുള്ളതിനേക്കാൾ കുറവാണുള്ളതെങ്കിൽ അതൊരു ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. വേണ്ടതിനേക്കാൾ കുറവാണ് നമ്മുടെ അടുത്ത് ഉള്ളത്, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അതൊരു ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റും ഡയറക്റ്റ്ലി വെറുതെ സ്റ്റോയിഷ്യോമെട്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 2 മാർക്കിനൊക്കെ ആയിട്ട്. 3 മാർക്കിനാണ് ചോദ്യങ്ങൾ വരാം. അപ്പോൾ എന്തായാലും ഈ ഒരു ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്യാനും കണ്ടുപിടിക്കാനും അപ്പോൾ അതെന്തായാലും എഴുതാനായിട്ട് പഠിച്ചിരിക്കാം. ഓക്കെ.